നമുക്കൊരു ഇൻട്രോ കൊടുക്കാം. ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പാണിയേലിപ്പോര് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം 18 കിലോമീറ്ററോളം ഉണ്ട് പാണിയേലിപ്പോരിലേക്ക്. പോകുന്ന വഴിയാണെങ്കിൽ രണ്ട് സൈഡും കാടാണ് കേട്ടോ. നമ്മളിവിടെ പോവുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. സോ വീഡിയോ ഫുള്ളായി കാണുക. തിരക്ക് പിടിച്ച ജീവിതം, സിറ്റിയിലെ ട്രാഫിക്, അതെന്നെല്ലാം മാറി ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് കേട്ടോ പാണിയേലിപ്പോര്. വണ്ടി പാർക്ക് ചെയ്യാൻ യഥേഷ്ടം സ്ഥലമുണ്ട്. കാടല്ലേ, അതുകൊണ്ട് ചെറിയ വണ്ടി ആയാലും വലിയ വണ്ടി ആയാലും ഈവൻ ട്രാവലർ ബസ് പോലും ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ഫീ ഉണ്ടെന്ന് മാത്രം. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ ചെന്നാൽ ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നടന്നതേ നമ്മൾ അവസാനം എത്തി. പെരിയാർ നദി പാറക്കെട്ടുകൾക്കിടയിലൂടെ തീർത്തൊരു വിസ്മയം എന്ന് വേണമെങ്കിൽ പറയാട്ടോ. നമുക്കിവിടെ വന്നാൽ പുഴയിൽ നീന്തി കുളിക്കാം. അതേപോലെ ലേഡീസിനാണെങ്കിലും ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള റൂമെല്ലാം ഉണ്ട് കേട്ടോ. മുള കൊണ്ടുണ്ടാക്കിയ ഈ ആദ്യത്തെ പാലം ഞാൻ കടന്നു. കുറച്ച് ദൂരം നടന്നു കേട്ടോ, പാറൻ്റെ മുകളിലൂടെ. ഇതുപോലെ ഇടയ്ക്ക് പാലങ്ങളുണ്ട്, സൂക്ഷിച്ച് വേണം പോവാൻ. നവംബർ, ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത്. കാരണം മഴക്കാലത്ത് ഇവിടെ വന്നാൽ ഉള്ളിലോട്ടൊന്നും കടത്തി വിടില്ല. കാരണം ഞാനിപ്പോൾ ഈ നടന്നു പോകുന്ന പാറക്കെട്ടുകളുണ്ടല്ലോ, അതെല്ലാം മഴക്കാലത്ത് എന്താവും, അതിലൂടെ ആയിരിക്കും നദി ഒഴുകിപ്പോകുന്നത്. ഈ നടന്നു പോകുന്ന പാറക്കെട്ടുകളിലൂടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവാം, ആരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കൂടെ മാത്രം പോകാനൊന്ന് ശ്രദ്ധിക്കുക. ഈ പേരിന് തന്നെ ഒരു വ്യത്യസ്തതയില്ലേ, അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാട്ടോ. നമ്മൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ വീഴാനുള്ള സാധ്യത ഒരുപാടുണ്ട്. പാറയായതുകൊണ്ട് നമുക്ക് അതുപോലെ ഇവിടെ വരുന്നവരെല്ലാം ഗൈഡ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. വെറുതെ എന്തിനാണ് നമ്മളായിട്ട് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്. ഈ ഒഴുകി വരുന്ന പെരിയാർ നദി 3 സൈഡിൽ നിന്നുമായിട്ട് ഒഴുകി വന്ന് പാറക്കെട്ടുകൾക്കിടയിൽ ശക്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സൗണ്ട്, അതാണ് ആക്ച്വലി ഇവർ പോര് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പോരെന്ന് വെച്ചാൽ ഫൈറ്റ്. അങ്ങനെയാണ് പാണിയേലിപ്പോര് എന്ന് പേര് വന്നത്. ഇതാണ് കേട്ടോ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇവിടെ നിന്ന് കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. പോകാതിരിക്കുന്നതായിരിക്കും സേഫ്. പിന്നെ ഇവിടെ കാണേണ്ട ഒരു അടുത്ത പ്രതിഭാസമാണ് ചുഴി. മഴക്കാലത്ത് നമ്മൾ ഈ നടന്നു വന്ന പാറകൾക്ക് മുകളിലൂടെ ഈ നദി ശക്തമായിട്ട് ഒഴുകും. അങ്ങനെ ഒഴുകുമ്പോൾ ഇവിടെയുള്ള പാറകൾ, വലിയ വലിയ പാറകൾ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഇതിൻ്റെ ഒഴുക്കിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് വലിയൊരു കുഴി പോലുണ്ടാവും. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം അങ്ങനെ ഉണ്ടായിട്ട് കാണുന്നതാണ് ഈ പറഞ്ഞ ചുഴി. ഇതാണ് ഞാൻ പറഞ്ഞ ചുഴി കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ മഴക്കാലത്ത് എന്തുകൊണ്ട് ഇവിടെ വരാൻ പാടില്ല എന്ന്. കാരണം നമുക്കറിയില്ല എവിടെയാണ് ചുഴിയെന്നും. സോ നമ്മളതിൽ പെട്ടുപോകും. അങ്ങനെ സാറ് പറഞ്ഞത് 90s അറൗണ്ട് 100 പേരോളം ഇവിടെ മരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ആഴം ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിന് ശരിക്കും നല്ല ആഴമുണ്ട് കേട്ടോ. ചില ചുഴികൾക്കെല്ലാം നല്ല ആഴമുണ്ട്. ഫുൾ ഞാനിതിൻ്റെ വ്യൂ ഒന്ന് മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട്. മുകളിലോട്ടുള്ള വിശേഷം അത്രയേ ഉള്ളൂ. ഞാനപ്പോൾ തിരിച്ച് അഞ്ജുവിനെയും കുഞ്ഞപ്പൻ്റെ അവിടെയും പോവുകയാണ് കേട്ടോ. കാരണം വെയിലായതുകൊണ്ട് ഞാൻ അവരെ മുകളിലോട്ട് കൊണ്ടുവന്നില്ല. ഇത്ര ദൂരം നടന്നിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, വയർത്തു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് വെള്ളത്തിലിറങ്ങാം, ഒരു അസൽ കുളി. വെള്ളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, പാറയിൽ നല്ല വഴുക്കലുണ്ട്. അപ്പോൾ നമുക്ക് തെന്നി വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ചിറങ്ങാം. കുഞ്ഞപ്പനെ ഇറക്കി. ഇവിടെ ഇറക്കാൻ കുഴപ്പമില്ല, പക്ഷെ ഇവിടെ നിന്ന് തിരിച്ച് കയറ്റാനാണ് പ്രശ്നം. ആൾ സമ്മതിക്കൂലെന്നേ. വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, നല്ല തണുപ്പാണ്. വെള്ളത്തിലോട്ട് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ അഞ്ജുവിന് വരെ ഞാൻ വെള്ളത്തിലോട്ട് ഇറക്കി. ടിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അല്ലേ. ഒരാൾക്ക് എൻട്രി ഫീ 60 രൂപയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ പ്ലാസ്റ്റിക്, അതേപോലെ ഫുഡ് ഐറ്റംസ് അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അത് അവർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്നത്. പാണിയേലിപ്പോരിൻ്റെ ലൊക്കേഷൻ ഗൂഗിളിൽ അവൈലബിൾ ആണ്.
എങ്കിലും ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ ഇവിടെ നിന്നാണ് കഴിച്ചത്. നല്ല നാടൻ ഊണ്, നല്ല ഫുഡാണ് കേട്ടോ. ശരിക്കും ഒരു ഹോംലി ഫുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഊണിന് 70 രൂപയാണ് ചാർജ്. അലങ്കാരത്തിന് ഞാനൊരു അയില വറുത്തത് വാങ്ങി, 60 രൂപ. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ, ഉപകാരപ്പെട്ടേക്കും.